ഗുഡ് മോർണിംഗ്, പ്രൈസ് ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദിവ്യ സന്ദേശത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കേവർക്കും കർത്താവിങ്കിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ പ്രഭാതം ദൈവവചനത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ആസ്പദമാക്കി അതിലെ ഒരു പദപ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ വളരെ സവിശേഷമായ ഒരു പ്രാർത്ഥന. ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള വ്യക്തിയായിരിക്കണം. നാം എല്ലാവരും ദൈവം നമ്മെ വിളിച്ചു എന്ന ബോധ്യമുള്ളവരാണ്. ചിലർ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു വ്യക്തത ഇല്ലാത്തവർ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാകയാൽ നമ്മെ ദൈവം വിളിച്ചതുകൊണ്ട് ആ വിളിയുടെ ഉദ്ദേശവും വളരെ വലുതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മേൽ ഒരു ദൈവവിളി ഉണ്ടെന്ന്. പൊതുവെ പറയാറുള്ളത് പോലെ ദൈവത്തെ വിളിച്ചുകൊണ്ടിറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കാര്യമല്ല ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തെ വിളിച്ചുകൊണ്ടിറങ്ങുന്ന പലരും അവരുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയുമുള്ള ഒരു ഉപാധിയായിട്ടാണ് ദൈവത്തെ വിളിച്ചുകൊണ്ടിറങ്ങുന്നത്. എന്നാൽ ദൈവം ഒരുവനെ വിളിക്കുന്നത് അവൻ്റെ താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയല്ല, മറിച്ച് നിത്യമായ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം നാം ഓരോരുത്തരും വ്യക്തമായി അറിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതി? ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ആ വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അവൻ്റെ വിളിയാലുള്ള ആശ, ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്നത്. വാട്ട് ഈസ് ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്? ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം എന്താണ്? അവിടെ ഉദ്ദേശങ്ങൾ എന്നോ ആശകളെന്നോ ഒരു ബഹുവചന രൂപം കൊടുത്തിട്ടില്ല. ഹോപ്പ്, ഉദ്ദേശം, പ്രതീക്ഷ, പ്രത്യാശ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആശ എന്നതിന് ബൈബിൾ എഴുതിയ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എൽപിസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എക്സ്പെക്റ്റേഷൻ, ശുഭപ്രതീക്ഷ, ആത്മവിശ്വാസമെന്നും അതിന് പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചതിന് ഒരുപാട് ഉദ്ദേശങ്ങളൊന്നുമില്ല എന്ന് നാം തിരിച്ചറിയണം. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ദൈവം നമ്മെ വിളിച്ചതിന്. അതെന്താണെന്നറിയാമോ? 1-ാം അധ്യായത്തിൽ തന്നെ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. എന്താണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതിനെ ഒരു വാക്കിൽ, ഒരാശയത്തിൽ പറഞ്ഞാൽ
ഇപ്രകാരമാണ് പറയേണ്ടത്: ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയായിത്തീരുക. ദൈവത്തിൻ്റെ മഹത്വം എന്ന പദം കേവലം നമ്മുടെ മാനുഷിക വാക്കുകൾ കൊണ്ട് പരിമിതപ്പെടുത്താവുന്ന ഒന്നല്ല. അവിടെ വായിക്കുന്നു, മഹത്വം എന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന പദവിയല്ല. ഇവിടെ നമ്മൾ ജീവിക്കുന്ന 70-80 വർഷം നമ്മളുണ്ടാക്കുന്ന നേട്ടങ്ങൾ, ബഹുമതികൾ, സമ്പാദ്യങ്ങൾ, ഉയർച്ചകൾ, ശ്രേഷ്ഠതകൾ, ഇതൊന്നും സത്യത്തിൽ ദൈവം നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശമല്ല. ചിലരൊക്കെ അതിനകത്ത് തൃപ്തിപ്പെടാറുണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ദൈവം ഞങ്ങളെ മാനിച്ചു, ഉയർത്തി, ഞങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിലെത്തി എന്ന് പറഞ്ഞവരെ കാണിക്കുന്നത് വിലപിടിപ്പുള്ള വാഹനങ്ങളോ അവർ വെച്ച വീടുകളോ അവർക്കുള്ള ബന്ധങ്ങളോ ഒക്കെ ആയിരിക്കും. ഇതൊന്നും നാം ദൈവസന്നിധിയിലേക്ക് ചൊല്ലുമ്പോൾ കൊണ്ടുപോകുന്നില്ലല്ലോ. അതെല്ലാം താൽക്കാലികമാണ്, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ദൈവം അതിനുവേണ്ടി അല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് നാം ഈ ലോകത്തിൻ്റെ കാലഗതിയിൽ ജീവിച്ച് ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്ന് ജീവിച്ച മനുഷ്യ സമൂഹമായിരുന്നു നാമെല്ലാം. എന്നാൽ കരുണാസമ്പന്നനായ അവിടുത്തെ സ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുയേശുവിൻ്റെ പരമയാഗത്തോടുകൂടെ അവിടുന്ന് ഉയർക്കുമ്പോൾ നമ്മെയും അവിടുന്ന് ഉയർപ്പിച്ചു. അതേ പ്രിയമുള്ളവരെ, നാം ഇന്ന് ജീവിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ദാനമായി ലഭിച്ച പദവി നിമിത്തമാണ്. ഇന്ന് നാം അവൻ്റെ മന്ദിരമാണ്, അവൻ്റെ മക്കളാണ്, അവിടുത്തെ മണവാട്ടിയാണ്. ആ ഉത്തമ ബോധ്യത്തോടുകൂടെ നിത്യതയിലെത്തുന്നത് വരെയും നാം ജീവിക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിത്തീരുന്നത്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം. പ്രിയമുള്ള ശ്രോതാക്കളെ, പാപം പെരുകിയ ഈ ലോകത്തിൽ ഇനി ഒരുപാട് നാൾ നാം ഇവിടെ ജീവിക്കേണ്ടി വരില്ല. എപ്പോഴും ഓർക്കണം, ഇവിടെ നാം വെറുമൊരു പരദേശികൾ. ഇവിടത്തെ പാർപ്പിടം വഴിയമ്പലം. ഇവിടം വിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് എന്നേക്കുമായി പാർക്കേണ്ടതിന് നാം ഓരോരുത്തരും അവിടെ ചെല്ലും. അവിടെയാണ് നാം ദൈവത്തിന് മഹത്വമായി മാറുന്നത്. അവിടെയാണ് ദൈവം നമ്മെ പുകഴ്ത്തുന്നത്. ഒരൊറ്റ പുകഴ്ച മാത്രമേ നമുക്ക് അവകാശപ്പെടുവാനുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. അതെ, ക്രിസ്തു വരും, അവനോടൊപ്പം നാം കടന്നു പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ നല്ല ചിന്തകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കണം. ക്രിസ്തുവിൽ ആ ഏക പ്രത്യാശയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രത്യാശയില്ലാത്ത ലോകത്ത് ക്രിസ്തുവിൻ്റെ അജ്ഞാനുവർത്തികളായി, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി ജീവിക്കേണ്ടതിന് കർത്താവ് കൃപ നൽകി തരണമേ. ഞങ്ങൾ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി മാറേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല അവസ്ഥകൾക്കായി സ്തോത്രം. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.